മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. വിദേശത്ത് വികലമായി മുത്തപ്പൻ തെയ്യം കെട്ടി വിശ്വാസികളെ വ്രണപ്പെടുത്തിയതായി സമുദായാംഗങ്ങൾ ആരോപിച്ചു. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ 11-ാം തീയതി ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടത്തിയ പരിപാടിയെ ചൊല്ലി മണ്ണാൻ വണ്ണാൻ സമുദായ സംഘമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മെൽബണിലെ വിഭജി ഗ്രന്ഥശാലയുടെ വാർഷികത്തോടനുബന്ധിച്ച് ദക്ഷകം 2026 എന്ന പേരിലാണ് ബോക്സ് ഹിൽ ടൗൺ ഹാളിൽ അന്യസമുദായത്തിലുള്ളവർ മുത്തപ്പൻ തെയ്യം വികലമായി കെട്ടി സമുദായത്തെയും വിശ്വാസികളെയും ഒരുപോലെ വേദനിപ്പിച്ചുവെന്നും ഇതിനെതിരെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും CV ഉണ്ണികൃഷ്ണൻ പെരുവണ്ണാൻ, മനോജ് പെരുവണ്ണാൻ, ശശി പെരുവണ്ണാൻ എന്നിവർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ നാടക കലാകാരനും മലയ സമുദായത്തിൽപ്പെട്ടവരുമാണ് വിദേശത്ത് മുത്തപ്പൻ കോലം കെട്ടിയത്. വിഭജിക ഗ്രന്ഥശാലയുടെ 10ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് ബോക്സ് ഹിൽ ടൗൺ ഹാളിൽ നമ്മുടെ ഒരു മുത്തപ്പൻ ഒരു പൊതു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടിയാടിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയ ആൾക്കാരാണ്. അതൊന്നും നമ്മുടെ ഒരു പ്രശസ്ത നാടക കലാകാരൻ അതുപോലെ ഏഷ്യാനെറ്റ് മുൻ ഷീഫയും ബിജു ഇരണാവ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി തെയ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരു മലയ സമുദായമാണ്. മലയ സമുദായത്തിൽപ്പെട്ട കുറച്ച് തെയ്യങ്ങൾ കെട്ടിയാടിയ ഒരു വ്യക്തിയാണ്. എൻ്റെ കൂടെ പോയി നിന്ന് ഹരിപ്പണിക്കർ അരോളി എന്നുള്ള ഒരു വ്യക്തിയാണ്. അയാൾ ആചാരപ്പെട്ട ഒരു മലയ സമുദായ അംഗമാണ്, പണിക്കറാണ്. അപ്പോൾ നമ്മളെ ഉത്തര കേരളത്തിൽ ഏറ്റവും നമ്മുടെയൊക്കെ ഒരു വികാരമാണ് മുത്തപ്പൻ എന്നുള്ളത്. അപ്പോൾ ലോകത്ത് ഇവിടെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഇപ്പം മുത്തപ്പൻ കെട്ടിയാടുന്നുണ്ട്. അതൊക്കെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ട് കെട്ടിയാടുന്നു. ഇത് ഒരു സ്റ്റേജിലാണ് അവതരിപ്പിച്ചത്. അതോ ഈ മുത്തപ്പൻ കെട്ടാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരു സമുദായമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭക്ത്യാദരപൂർവ്വം കാണുന്ന അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചവർക്കത് വളരെ അവർക്ക് ഇത് ആരാ പറ്റിയെന്നൊന്നും അറിയില്ല. നമ്മളിവിടെ ചെയ്യുന്ന പോലെ തന്നെ മുത്തപ്പൻ സ്റ്റേജിൻ്റെ മേലെ അവതരിപ്പിച്ചു. അതുപോലെ നമ്മൾ മുത്തപ്പൻ അടിച്ചുകളി എന്നുള്ള ചടങ്ങ്, വീട്ടിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങൊക്കെ അതിൽ കണ്ടു. അതിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ മുത്തപ്പൻ സംസാരിക്കുന്നത്, ഒരു ഭക്തയായ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ദക്ഷിണ വാങ്ങുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തികച്ചും കുറ്റകരമായ അല്ലെങ്കിൽ ഒരു സംഭവമാണ്. നമ്മൾ ആചാര അനുഷ്ഠാനത്തോടു കൂടി ചെയ്യേണ്ടതാണ് തെയ്യം. തെയ്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വേദിയിൽ ഒരു നിമിഷം കെട്ടി ആടേണ്ടതാണ്. അതിലൊരുപാട് അനുഷ്ഠാന രീതികളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. തെയ്യം തീരുമാനിക്കൽ, തെയ്യം തീരുമാനിച്ച അടയാളം കൊടുക്കൽ, അടയാളം കൊടുത്തതിന് ശേഷമുള്ള വ്രതം, അനുഷ്ഠാനം, ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിൽ നിർവഹിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, തോറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ വെള്ളാട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് തെയ്യം പൂർണ്ണതയിലെത്തുക. എന്നാൽ ഇതൊന്നുമില്ലാതെ കേവലം പോയിട്ട് ഒരു പ്രദർശന വസ്തു പോലെ മുത്തപ്പന കെട്ടിയാടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഡിജിറ്റൽ യുഗത്തിലേക്കുള്ള കാൽവെപ്പിലാണോ നിങ്ങൾ? എങ്കിൽ പഠിക്കൂ ആധുനിക രീതിയിൽ മികച്ച ഡിസൈനിംഗ് കോഴ്സുകൾ. കണ്ണൂരിലെ ആദ്യത്തെ ഇന്റീരിയർ ഫാഷൻ ഡിസൈനിംഗ് കോളേജ്, ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഡിസൈൻ.